സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാ മണികർണികാ ച. ജ്ഞാനപ്രവാഹ വിമലാദിഗംഗാ സാ കാശികാഹം നിജബോധരൂപ. യസ്യാമിദം കൽപ്പിതമിന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം. സച്ചിൽ സുഖൈകാ പരമാത്മരൂപ സാ കാശികാഹം നിജബോധരൂപ. കോശേഷു പഞ്ചസ്വധിരാജമാനാ ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം. സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാ കാശികാഹം നിജബോധരൂപ. കാശ്യാഹി കാശദ കാശീ കാശീ സർവപ്രകാശിക. സാ കാശീ വിദിതായേന തേന പ്രാപ്താ ഹി കാശിക. കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനീ വ്യാപിനി ജ്ഞാനഗംഗ. ഭക്തിശ്രദ്ധ ഗേയം നിജഗുരുചരണധ്യാനയോഗ പ്രയാഗം. വിശ്വേശോയം തുരീയ സകലജനമന സാക്ഷിഭൂതോന്തരാത്മാ. ദേഹേ സർവം മദീയേ യതി വസതി പുനഃതീർത്ഥമന്യൽ കിമസ്തി. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശ്രീ ശിവമഹാപുരാണം രണ്ടാം ദിവസത്തെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കുമ്പോൾ 7 സംഹിതകളുള്ള ഈ പുരാണത്തിലെ രണ്ടാമത്തെ സംഹിതയാണ് ഇന്ന് നമ്മൾ ആരംഭിച്ചത്, രുദ്രസംഹിത. ഈ രുദ്രസംഹിതയ്ക്ക് 5 ഖണ്ഡങ്ങളാണുള്ളത്. അതിലാദ്യത്തെ ഖണ്ഡം സൃഷ്ടിഖണ്ഡം നമ്മളിവിടെ പാരായണം ചെയ്ത് പൂർത്തിയാക്കി. രണ്ടാമത്തെ ഖണ്ഡമായിട്ടുള്ള സതീഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. സൃഷ്ടിഖണ്ഡത്തിൽ പ്രധാനമായിട്ട് എന്താണ് ശാംഭവീമായ, അതിൻ്റെ ആ ഒരു മഹത്വത്തെ വർണ്ണിക്കുകയാണ് ഒരു കഥാരൂപത്തിൽ. ശാംഭവീമായ എന്നും വൈഷ്ണവീമായ അല്ലെങ്കിൽ വിഷ്ണുമായ എന്നുമൊക്കെ പുരാണങ്ങളിൽ നമ്മൾ പറഞ്ഞ് കാണുന്ന ആ മായാപ്രഭാവം എത്രത്തോളമാണ് അത് നമ്മളെ ബാധിക്കുന്നത്, ആ മായയിൽ കുടുങ്ങുന്നതായ നമുക്ക് അതിനെ തരണം ചെയ്യുക എന്നുള്ളത് എത്ര ശ്രമകരമാണ്, അതിനെയൊക്കെ നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ നാരദ മഹർഷിക്കുണ്ടായ ആ മായ അനുഭവത്തെ പറഞ്ഞുകൊണ്ടാണ് എന്താണ് ശാംഭവി മായയുടെ സ്വഭാവം അത് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരിക്കൽ നാരദ മഹർഷി കുറച്ചു കാലം തപസ്സൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം തപസ്സിൽ മുഴുകിയിരിക്കുന്ന ആ ഒരു സമയം ദേവന്മാർ, ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശമനുസരിച്ച് ദേവന്മാർ ഈ നാരദന്റെ ആ മനോബലത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് എത്രത്തോളം തപസ്സിൽ ശ്രദ്ധയുണ്ട്, അദ്ദേഹത്തിന് എത്രത്തോളം ഇന്ദ്രിയ ജയം, മനോജയം സാധ്യമായിട്ടുണ്ട്, അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തപസ്സിന് വിഘ്നം ഉണ്ടാക്കണം. അതിനായിട്ട് ദേവന്മാരെ അയച്ചു. ദേവന്മാരുടെ ആ നേതൃത്വത്തിൽ കാമദേവൻ കാമസൈന്യങ്ങളോടുകൂടി, ഈ ഋതുക്കളൊക്കെ കാമന്റെ സൈന്യങ്ങളായിട്ടാണ് പറയുക. ഋതുക്കളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് മനുഷ്യരിൽ മാത്രമല്ല സകല ജീവജാലങ്ങളിലും കാമമൊക്കെ അധികമാവുക. അപ്പോൾ ഇവിടെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. നാരദൻ തപസ് ചെയ്യുന്ന ആ ഇടം, ആ പ്രദേശം, ധാരാളം ചെടികൾ, അതിലൊക്കെ ധാരാളം സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാവുക. അതുപോലെ ഋതുവിൽ മാറ്റം വരിക. നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ ചൂടുകാലം അത് കഴിഞ്ഞാൽ
മഴക്കാലം, പിന്നീട് മഞ്ഞുകാലം. അപ്പോൾ ഈ ഋതുഭേദമനുസരിച്ച് നമ്മളിലും അത് മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ബാധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ കാമത്തെ ഉദ്ദീപിപ്പിക്കാൻ പോകുന്ന രീതിയിൽ ആ ഋതുഭേദം വരുത്തുകയും പിന്നീട് അദ്ദേഹത്തിനെ ആകർഷിക്കാൻ പാകത്തിന് അപ്സരസ്സുകളൊക്കെ ഈ നാരദ മഹർഷിയുടെ മുൻപിൽ നൃത്തം ചെയ്യുന്നു. ഗന്ധർവന്മാര് അതുപോലെ കിന്നരന്മാരൊക്കെ വാദ്യഘോഷങ്ങളെ മുഴക്കിക്കൊണ്ട് സംഗീതം ആലപിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും നാരദൻ തപസ്സിലൊന്നും ഉണർന്നില്ല. അപ്പോൾ അവർക്ക് അത്ഭുതമായി. അവര് ആ പരിശ്രമം ഉപേക്ഷിച്ചു മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞു ഈ തപസ്സിൽ നിന്ന് ഉണരുന്ന നാരദന് അപ്പൊ തന്റെ മുന്നിൽ ദേവന്മാര് വന്ന് എത്ര പരിശ്രമിച്ചിട്ടും തന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ പറ്റിയില്ല. തന്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള വിചാരങ്ങളും ഉണ്ടായില്ല എന്ന് ആ ഒരു തോന്നൽ വന്നതോടുകൂടി നാരദനിൽ ക്രമേണ എന്താണ് ഈ ഭഗവത് മായ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. നമ്മളൊരു കാര്യത്തിൽ വിജയിച്ചു എന്ന് വരുമ്പോൾ, നമ്മളൊരു പ്രവൃത്തി ചെയ്തു, അതിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് നമുക്കൊരു ഭാവം വരും, ഒരു ഗർവ് വരും. ഇപ്പൊ നാരദനും അത് തന്നെയാണ്. ഇവിടെ താൻ ആ ശാംഭവിയുമായി ജയിച്ചു എന്നൊരു തോന്നലുണ്ടായി. എന്നാൽ ഈ മായ ജയിക്കാൻ പ്രയാസമായിട്ടുള്ളതാണ്. ദുർജ്ഞേയ ശാംഭവീമായ സർവേഷാം പ്രാണിനാമിഹ, എല്ലാവരെയും മോഹിപ്പിക്കുന്നതായ ഈ ശാംഭവീമായ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേരിൽ പറയും വിഷ്ണുമായ, വൈഷ്ണവീമായ. അപ്പൊ നാരദനെ ആ മായ ബാധിച്ചു. ആ മായാമോഹിതനായിട്ടിരുന്ന ശ്രീനാരദ മഹർഷി അവിടുന്ന് നേരെ പുറപ്പെട്ടത് ആ ശ്രീപരമേശ്വരന്റെ അടുത്തേക്കാണ്, കൈലാസത്തിലേക്കാണ്. അവിടുന്ന് കാമാരിയാണ്. കാമദേവനെ പോലും ഒരവസരത്തിൽ ഭസ്മമാക്കിയ ആളാണ്. ആ ഭഗവാനോട് ചെന്നിട്ട് തൻ്റെ ഈ ഒരു അനുഭവം പറയുകയാണ്. ദേവന്മാരെത്ര പരിശ്രമിച്ചിട്ടും എൻ്റെ മനസ്സ് ചലിച്ചില്ല, എന്നിൽ മറ്റ് വിചാരങ്ങളൊന്നും ഉണ്ടായില്ല, കാമചിന്തയൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ ആ തനിക്കുണ്ടായ അനുഭവത്തെ ശ്രീനാരദ മഹർഷി അവിടെ പങ്കുവെച്ചു. അപ്പൊ ഭഗവാൻ അതിനെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ താത നാരദ പ്രാജ്ഞ ധന്യസ്തോഷണു മധ്വജ, അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങേക്കുണ്ടായ ഈ അനുഭവം, മായയെ ജയിച്ചു എന്നുള്ള ഈ കാര്യം ആരോടും പറയരുത്. അഥവാ പറയുകയാണെങ്കിലും മഹാവിഷ്ണുവിനോട് യാതൊരു കാരണവശാലും പറയരുത്. വേറെ ആരോട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ വിഷ്ണുവിന്റെ അടുത്ത് ഒരിക്കലും പറയരുത്. നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളോടൊരാള് ആരോടും പറയരുത് എന്ന് നിർദ്ദേശിച്ചിട്ടൊരു കാര്യം അറിയിച്ചാൽ ആരോടെങ്കിലും പറഞ്ഞാലേ നമുക്ക് സമാധാനമാവും. അത് സ്വതവേ മനുഷ്യന്റെ ഒരു പ്രകൃതാണ്. അപ്പോൾ നാരദനോട് പ്രത്യേകിച്ചും ഭഗവാൻ ഇങ്ങനെ നിർദ്ദേശിച്ചു, അങ്ങ് ഒരിക്കലും ഇത് മറ്റൊരാളുമായിട്ട് പങ്കുവെക്കരുത്. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ, പ്രത്യേകിച്ചും ഇത്തരത്തിലുണ്ടാകുന്ന ചില സ്വപ്ന ദർശനമാവട്ടെ, പ്രത്യേകമായിട്ടുള്ള ചില അനുഭൂതികൾ, ഇതൊന്നും തന്നെ വേറൊരാളോട് പങ്കുവെച്ചാൽ അയാൾ വിശ്വസിച്ചോളണമെന്നില്ല. അപ്പൊ ഒരുപക്ഷെ അവർ നമ്മളെ പരിഹസിച്ചു എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ആരോടും പറയരുത്, പ്രത്യേകിച്ചും മഹാവിഷ്ണുവിനോട് പറയരുത്. ഇവിടെ മഹാദേവൻ അറിയാം ഇത് നാരദൻ നേരെ ചെന്ന് വിഷ്ണുവിനോട് പറയും, അങ്ങനെ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോടും പറയരുത്, വിഷ്ണുവിനോട് പ്രത്യേകിച്ചും പറയരുത് എന്ന് നിർദ്ദേശിച്ചു. അവിടുന്ന് മടക്കി അയച്ചു. അപ്പൊ ഈ മായാമോഹിതനായി തീർന്നാൽ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് പിന്നെ മറ്റൊരാളുടെ നിർദ്ദേശങ്ങളെ ഒന്നും മാനിക്കാൻ തോന്നില്ല. നമ്മളോട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എത്ര നല്ല ഉപദേശങ്ങൾ തന്നാലും അതൊന്നും ചെവിക്കൊള്ളില്ല. അതാണ് ഈ മായയുടെ ഒരു പ്രത്യേകത. അങ്ങനെ മായാമോഹിതനായി തീർന്ന ശ്രീനാരദൻ അവിടുന്ന് മടങ്ങി നേരെ വന്നത് വിഷ്ണു ലോകത്തിലേക്കാണ്, വിഷ്ണു സവിധത്തിലേക്കാണ്. നാരദോധ ഏവ ശീഘ്രം വിഷ്ണു ലോകം വിനഷ്ടധി. അദ്ദേഹം നേരെ ആ ഭഗവാന്റെ അടുത്ത്
മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. വേഗം മഹാവിഷ്ണു സ്വീകരിച്ചു. ചോദിച്ചു, മഹർഷി അങ്ങ് എവിടെ നിന്നാണിപ്പോൾ വരുന്നത്? അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ താപസന്മാരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് വേഗം സ്വീകരിച്ചു, ഉപചാരങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഈ നാരദൻ വരുന്നത് എവിടെ നിന്നാണ്, മഹാദേവന്റെ അടുത്തു നിന്നാണ്, മഹാദേവൻ നിർദ്ദേശിച്ചത് എന്താണ്, ഇതൊക്കെ മനസ്സിലായി. ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ചോദിച്ചത് എവിടുന്നാ വരുന്നത്. അങ്ങ് വലിയൊരു താപസനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാരദനെ കുറെ പ്രശംസിച്ചു. നൈഷ്ഠികോ ബ്രഹ്മചാരിത്വം ജ്ഞാനവൈരാഗ്യവാൻ സദാ. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ആ ബ്രഹ്മചര്യ വ്രതത്തിന് ഒരിക്കലും ഇളക്കം തട്ടിയിട്ടില്ല. അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അങ്ങേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശംസിക്കുകയും ചെയ്തു. അപ്പൊ നാരദന് കുറച്ചുകൂടി ഒരു അഹംഭാവം വർദ്ധിച്ചു. മഹാവിഷ്ണു പോലും തന്നെ അനുമോദിക്കുന്നു, പ്രശംസിക്കുന്നു. എന്തായാലും നാരദൻ തൻ്റെ ആ അനുഭവം ഇവിടെ പറയുകയാണ്. ഇങ്ങനെ ദേവന്മാര് വിചാരിച്ചിട്ടും എൻ്റെ തപസ്സിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. ആ ദേവമായയിൽ ഞാൻ മോഹിതനായില്ല, എൻ്റെ മനസ്സ് ചലിച്ചില്ല, ഞാൻ മായയെ പോലും ജയിച്ചു എന്നൊക്കെയുള്ള ആ ഒരു അനുഭവത്തെ ഇവിടെ പങ്കുവച്ചു. അവിടുന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു. അങ്ങനെ മടങ്ങി വരുന്ന നാരദൻ പിന്നീടാണ് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പോഴേക്കും പൂർണ്ണമായിട്ടും നാരദൻ ഈ മായയിൽ മോഹിതനായി കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് മടങ്ങി ഭൂമിയിലെത്തി. അദ്ദേഹം സഞ്ചരിക്കുമ്പോഴാണ് ഒരു രാജകൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാജാവിൻ്റെ അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്വീകരണം ഏറ്റുവാങ്ങുക. ശീലനിധി എന്നുള്ള ഒരു രാജാവാണ്. കൊട്ടാരത്തിൽ നാരദ മഹർഷി എത്തിയതും രാജാവ് വേഗം വന്നു, ഉപചാരങ്ങളൊക്കെ ചെയ്തു, സ്വീകരിച്ചു, കൂട്ടിക്കൊണ്ടുപോയി ആദരിച്ചു, പൂജകളൊക്കെ ചെയ്തു. അങ്ങനെ സ്വീകരിച്ചിരുത്തിയിട്ട് അപ്പൊ ഈ രാജാവിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പുത്രി, അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്, ശ്രീമതി എന്നു പേരുള്ള രാജകുമാരിയുണ്ട്. ഈ രാജകുമാരിയെ കണ്ടതും, യൗവനയുക്തയായിട്ടുള്ള ആ രാജകുമാരിയെ കണ്ടതും നാരദന്റെ മനസ്സിൽ ഒരു ചലനം ഉണ്ടാവാൻ തുടങ്ങി. കുറച്ചു മുൻപ് ദേവന്മാരുടെ മായയിൽ പോലും മോഹിക്കാത്ത ആളാണ്. അപ്സര സ്ത്രീകൾ വന്ന് മുന്നിൽ നൃത്തം ചെയ്തിട്ടും ഒരു ഭാവവ്യത്യാസമില്ലാതിരുന്ന ആളാണ് നാരദൻ. പക്ഷേ ഈ ശാംഭവീയമായ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി നാരദന്റെ മനസ്സിൽ ചിന്തകൾ വരാൻ തുടങ്ങി, മനസ്സ് ചലിക്കാൻ തുടങ്ങി. ഈ രാജകുമാരിയെ കണ്ടപ്പോൾ, നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, യൗവനയുക്തയാണ്. അപ്പൊ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ആദ്യം മനസ്സിലാണ് വരിക. അത് ഒരുപക്ഷെ നമ്മൾ പെട്ടെന്നൊരാളോട് പങ്കുവെക്കണമെന്നൊന്നുമില്ല. ഈ നാരദൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ രാജാവിൻ്റെ സമീപത്ത് നിൽക്കുന്ന രാജകുമാരിയെ കണ്ടിട്ട് ചിന്തിക്കുകയാണ്, ഓ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആൾ എത്ര ഭാഗ്യവാനാണ്, എത്ര സുന്ദരിയാണ് ഈ രാജകുമാരി, ഈ രാജാവും രാജ്ഞിയും എത്ര ഭാഗ്യം ചെയ്തവരാണ്, ഇങ്ങനെ ഒരു എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഇത്രയും സൗന്ദര്യമുള്ള ഒരു മകളെ ലഭിച്ചുവല്ലോ ഇവർക്ക് എന്നൊക്കെ ആ രാജകുമാരിയുടെ സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും, സൗന്ദര്യം സർവനാരീണാം പ്രിയം ഭവതി സർവഥ തത് ദൃഷ്ട്വൈവ പ്രസന്നാസ സമശ നാത്ര സംശയ. അപ്പൊ ഇവിടെ നാരദന് ഒരു ആഗ്രഹം തോന്നുകയാണ്, തനിക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലോ. ആലോചിച്ചു നോക്കണം, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ജീവിതകാലം മുഴുവനും ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ മായ ബാധിച്ചിട്ടുള്ള ആ മായയുടെ സ്വാധീനം കൊണ്ട് ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞു. ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അതിനിപ്പോൾ എന്താ ഉപായം?
പെട്ടെന്ന് ചെന്ന് രാജാവിനോട് ചോദിച്ചാലൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇവിടെ ഈ രാജകുമാരിയുടെ സ്വയംവരം നടക്കാൻ പോവുകയാണ്. സ്വയംവരത്തിൽ പൂർണ്ണമായിട്ടും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടിക്കാണ്. തനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഭർത്താവായിട്ട് സ്വീകരിക്കാം. അപ്പൊ നാരദൻ ആലോചിച്ചു, ഈ പെൺകുട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്വയംവര മണ്ഡപത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേകം രാജകുമാരന്മാർ അവിടെ ഇരിപ്പുണ്ടാവും. അതില് ആ പെൺകുട്ടിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന, കണ്ടാൽ കൊള്ളാം, നല്ല ആളാണ്, യോഗ്യതയുള്ള ആളാണ്, അങ്ങനെ തോന്നുന്ന ഒരാളെ മാത്രമേ രാജകുമാരി സ്വീകരിക്കൂ. അപ്പൊ നാരദൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, അതിനെന്താ വഴി? ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ എന്താ ഒരു ഉപായം എന്താണ്? പെട്ടെന്ന് തോന്നി, കന്യാവരയതേ രൂപം, ഒരു പ്രമാണമുണ്ട്. കന്യാവരയതേ രൂപം മാതാ വിത്തം പിതാ ശ്രുതം ബാന്ധവ കുലമിച്ഛന്തി മൃഷ്ടാന്നമിതരേജന. ഒരു സാമാന്യ നിയമമാണ്, ലോക നിയമമാണ്. എന്താ അത്? പെൺകുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് സൗന്ദര്യം ഉണ്ടാവണം. നല്ല കണ്ടാൽ അവള് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ കുഴപ്പമില്ല, നല്ല ആളാണ്, യോഗ്യനാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. കാണുമ്പോൾ തന്നെ സൗന്ദര്യമുള്ള ആളായിരിക്കും. പെൺകുട്ടിയുടെ അമ്മ എന്താ ആഗ്രഹിക്കുക? തൻ്റെ പുത്രിയെ വിവാഹം കഴിക്കുന്ന ആൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ധനം ഉണ്ടാവണം, സമ്പത്തുണ്ടാവണം. എൻ്റെ മകൾ അവിടെ പോയാൽ കഷ്ടപ്പെടാൻ പാടില്ല. മാതാവിത്തം. പെൺകുട്ടിയുടെ അച്ഛന് സ്വാഭാവികമായിട്ടും, പൊതുവെ എല്ലാവരും അങ്ങനെയാണ്, കൂടുതൽ പേരും അങ്ങനെയാണ്, അച്ഛൻ എപ്പോഴും തൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആളുടെ കുടുംബത്തിന് 4 പേരെ അറിയുന്ന ഒരു നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കുടുംബമാണ്, അതിലെ ഒരംഗമാണ്, ഇയാളുടെ പൂർവീകരൊക്കെ അച്ഛനും മുത്തശ്ശനും അല്ലെങ്കിൽ അങ്ങനെ പൂർവ്വ പരമ്പരകളൊക്കെ വളരെ പേര് കേട്ടിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ 10 പേരെ അറിയുന്ന ഒരിടത്തേക്ക് വേണം തൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ബന്ധുക്കൾക്കും നമ്മുടെ തന്നെ കുലത്തിൽ നിന്ന് വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം. സ്വകുലത്തിൽ നിന്ന് തന്നെ വേണം വിവാഹം. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ബന്ധുക്കളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ആരോട് ചോദിച്ചിട്ടാണ് തീരുമാനിച്ചത്? അത് മോശമല്ലേ, നമ്മളുടെ പരമ്പരയ്ക്ക് കളങ്കം വരില്ലേ എന്നൊക്കെ വരും. അപ്പോൾ അവരുടെ ബന്ധുക്കളുടെ അഭിപ്രായത്തിൽ നല്ല നമുക്ക് ചേരുന്ന, നമ്മളുടെ കുലത്തിന് ചേരുന്ന കുലത്തിൽ നിന്ന് വേണം വിവാഹം. ഇനി മറ്റു ജനങ്ങളുണ്ട്, അത് സുഹൃത്തുക്കളാവാം, നാട്ടിലുള്ള മറ്റ് ജനങ്ങളാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടി എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, പെൺകുട്ടി എങ്ങനെയായാലും കുഴപ്പമില്ല, തറവാടിന് പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സദ്യ നന്നാവണം, അല്ലെങ്കിൽ കുറ്റം പറയും, കഴിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ നല്ല ചാപ്പാട്, നല്ല സദ്യ ആയിരിക്കും. ഇതൊരു പൊതു സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ അവിടെ പെൺകുട്ടി എപ്പോഴും അധികവും ആഗ്രഹിക്കുക തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് യോഗ്യനായിരിക്കണം. അപ്പൊ നാരദൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് രാജാവിനോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടു. ഒരു ഉപായം ആലോചിച്ച്, ഈ രാജകുമാരിയുടെ സ്വയംവരം ആവുമ്പോഴേക്കും മടങ്ങി വരണം. പക്ഷേ തന്നെ കണ്ടാൽ സുന്ദരനായിട്ട്, സൗന്ദര്യമുള്ള ആളായിട്ട് രാജകുമാരിക്ക് തോന്നണം. അതിനുള്ള വഴി ആലോചിച്ചിട്ടാണ് അവിടുന്ന് പുറപ്പെട്ട് വീണ്ടും മടങ്ങിപ്പോയി എന്നാണ്. എവിടേക്ക് മടങ്ങിപ്പോയി? മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അതിന് കാരണമുണ്ട്. ഈ ദേവന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആള് മഹാവിഷ്ണു തന്നെയാണ്. തെറ്റിദ്ധരിക്കരുത്, ശിവന് സൗന്ദര്യം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും സൗന്ദര്യമുള്ള ആള് മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ എപ്പോഴും അലങ്കരിച്ചുകൊണ്ട് ഇരിക്കാനും ഇഷ്ടപ്പെടുന്ന ആളും വിഷ്ണു തന്നെയാണ്. നല്ലവണ്ണം ധാരാളം മാല, തുളസിമാല, ചെത്തിമാല, താമരമാല, ഇങ്ങനെ എത്ര അലങ്കരിച്ചാലും വിഷ്ണുവിന് പോരാ. മഹാദേവൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഈ കൂവളമാല ഇട്ടാൽ തന്നെ സന്തോഷമാണ്. വലിയ അലങ്കാരത്തിലൊന്നും ഇഷ്ടമില്ല. താല്പര്യം എന്താണ്? അഭിഷേകമാണ്. എത്ര വെള്ളം മുക്കി മൂടിക്കൂടി ഒഴിച്ചാലും സന്തോഷമേ ഉള്ളൂ, പരാതിയില്ല. ശിവൻ അഭിഷേകപ്രിയനാണ്. പൊതുവെ ഒരു ചൊല്ലുണ്ട്. അലങ്കാരപ്രിയനായിട്ട് അറിയപ്പെടുന്നത് വിഷ്ണുവിനെയാണ്.
അപ്പോൾ ആ ഭഗവാനോട്, മഹാവിഷ്ണുവിനോട് ചെന്ന് ആ ഭഗവാനോട് ആവശ്യപ്പെടാം, എൻ്റെ രൂപം അവിടുത്തേതുപോലെ ആക്കി തീർക്കണം. തീർച്ചയായിട്ടും ആ വിഷ്ണു സമാനനായിട്ട് മാറിയാൽ പിന്നെ സംശയിക്കാനില്ല, ഈ സ്വയംവര മണ്ഡപത്തിൽ വന്നിരുന്നാൽ രാജകുമാരി തന്നെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി ആവശ്യപ്പെട്ടു നാരദ മഹർഷി. എന്നിട്ടാണ് നാരദ മഹർഷി പ്രാർത്ഥിക്കുന്നത്, ത്വദീയോ ഭൂപതിശീലം ഹി സവൃഷൽപര തസ്യ കന്യാ വിശാലാക്ഷി ശ്രീമതി വരവർണ്ണിനി. ഞാനിങ്ങനെ ശീലനിധിയുടെ കൊട്ടാരത്തിൽ പോയി അവിടെ അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള ശ്രീമതിയെ കണ്ടു. ആ ശ്രീമതി എന്നുള്ള രാജകുമാരിയുടെ സ്വയംവരമാണ്, എനിക്കതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി, ആ രാജകുമാരി എന്നെ സ്വീകരിക്കണമെങ്കിൽ സൗന്ദര്യമുള്ള രൂപമായിരിക്കണം. അതുകൊണ്ട് ഭഗവാനെ, അവിടുത്തെ സൗന്ദര്യം എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും. യദി ദാസ്യസി രൂപം മേ തഥാ താം പ്രാപ്നുയാം ധ്രുവം. അങ്ങനെ ഭഗവാനോട് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു നാരദൻ, അവിടുത്തെ ആ രൂപം, ഹരി ആയിട്ടുള്ള ആ രൂപം എനിക്ക് തന്നാലും. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞു, അങ്ങക്ക് എൻ്റെ ആ ഹരി ആയിട്ടുള്ള രൂപം നൽകാം എന്ന് പറഞ്ഞു. ഉള്ളിൽ അല്പം ഒരു അപകടം ചിന്തിച്ചിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ഈ ഹരി എന്നുള്ള വാക്കിന് വാനരൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഭഗവാൻ സങ്കല്പം ചെയ്തത് അങ്ങനെയാണ്, നാരദന്റെ മുഖം വാനരമുഖമായിട്ട് തീരട്ടെ എന്നാണ്. പാവം നാരദ മഹർഷി ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് മടങ്ങിപ്പോണത്. ഇപ്പോൾ എൻ്റെ രൂപം വിഷ്ണുവിൻ്റേതുപോലെ ആയിട്ടുണ്ടാവും എന്ന് കരുതി. ഒരുപക്ഷെ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലല്ലോ, കണ്ണാടിയൊക്കെ നോക്കിയാലല്ലേ അത് അറിയാൻ പറ്റുമോ. നാരദ മഹർഷി അതൊന്നും അറിയുന്നില്ല. വേഗം മടങ്ങി വന്നു ഈ കൊട്ടാരത്തിലേക്ക്. അവിടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി കഴിഞ്ഞു. രാജാക്കന്മാർ, അനേകം രാജകുമാരന്മാർ അവിടെ എത്തിച്ചേർന്നു. അവിടേക്ക് ഈ മണ്ഡപത്തിലേക്ക് അനേകം രാജകുമാരന്മാർക്കിടയിൽ ശ്രീനാരദനും വന്ന് ഇരുന്നു എന്നാണ് ഒരു ഇരിപ്പിടത്തിൽ. അപ്പോഴാണ് രണ്ട് ശിവപാർഷദന്മാർ, ഭഗവാൻ തന്നെ, മഹാദേവൻ തന്നെ അയച്ചതാണ് രണ്ട് കിങ്കരന്മാരെ, ശിവപാർഷദന്മാർ. നാരദ മഹർഷിക്ക് ആപത്തൊന്നും വരരുത്, അതിനു വേണ്ടിയിട്ടാണ് നാരദ മഹർഷി അറിയാതെ വേഷപ്രച്ഛന്നരായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ശിവപാർഷദന്മാരും വന്ന് ഇരിപ്പുറപ്പിച്ചു. ധാരാളം പേരിയ്ക്കുന്നുണ്ട്, അനേകം രാജകുമാരന്മാരുണ്ട്. ആ മണ്ഡപത്തിലേക്ക് രാജകുമാരി കയ്യിലൊരു മാലയൊക്കെ ആയിട്ട് കടന്നു വന്നു. അങ്ങനെ കടന്ന് വരുമ്പോഴാണ് നാരദന് ഉറപ്പുണ്ട്, വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് നാരദൻ ഇരിക്കുന്നത്, എന്നെ അല്ലാതെ ആരെയും ഈ രാജകുമാരി സ്വീകരിക്കില്ല. കാരണം എൻ്റെ മുഖം കണ്ടാൽ എൻ്റെ അത്രയും സൗന്ദര്യം വേറെ ആർക്കാ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന നാരദൻ പാവം അറിയുന്നില്ല തൻ്റെ മുഖം വാനരന്റെ മുഖം പോലെയാണ് എന്ന് അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി രാജകുമാരി പതുക്കെ പതുക്കെ വന്നു, ഓരോ രാജകുമാരന്മാരുടെയും മുന്നിൽ നിൽക്കും. സഖിമാർ, കൂടെയുള്ളവർ പറയും ഇത് ഇന്ന ആളാണ്, ഇന്ന രാജ്യത്തെ രാജകുമാരനാണ്, അടുത്ത ആളുടെ അടുത്ത് വരും. ഇങ്ങനെ വന്നു വന്നു നാരദന്റെ മുന്നിലെത്തി. ഈ നാരദന്റെ മുഖം കണ്ടതും വളരെ പ്രയാസത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ഉപേക്ഷാ മനോഭാവത്തോടു, ഈ വികൃതമായ മുഖം കണ്ട് രാജകുമാരി വേഗം അവിടുന്ന് മടങ്ങിപ്പോവാൻ തുടങ്ങി. കാരണം തനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയും കണ്ടില്ല ഈ സദസ്സിൽ. അങ്ങനെ അവിടുന്ന് മടങ്ങിപ്പോവാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിച്ചു. പെട്ടെന്ന് ആ സ്വയംവര മണ്ഡപത്തിലേക്ക് ഭഗവാൻ മഹാവിഷ്ണു, ഏതസ്മിന്നന്തരേ വിഷ്ണു രാജകാമകൃപാകൃതി, ഒരു രാജകുമാരന്റെ വേഷത്തിൽ ഭഗവാൻ മഹാവിഷ്ണു അവിടത്തേക്ക് ആവിർഭവിച്ചു. ആ ഭഗവാനെ, രാജകുമാരന്റെ രൂപത്തിൽ കണ്ട ഭഗവാന്റെ കഴുത്തിൽ ഈ രാജകുമാരി മാലയണിയിച്ചു. അങ്ങനെ ഭഗവാൻ ആ രാജകുമാരിയുടെ കൈ പിടിച്ചു അവിടുന്ന് പോവുകയും ചെയ്തു. ഇത് കണ്ടിരിക്കണ നാരദന് വല്ലാത്ത സങ്കടമായി. ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാണ്. തൻ്റെ കഴുത്തിൽ മാലയിട്ടില്ല, തന്നെ സ്വീകരിച്ചില്ല ആ രാജകുമാരി. പോരാത്തതിന് ആ വിഷ്ണു തന്നെ മറ്റൊരു രൂപത്തിൽ വന്ന് ആ രാജകുമാരിയെ കൊണ്ടുപോവുകയും ചെയ്തു.
അപ്പൊ ഭഗവാൻ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് തോന്നി. അപ്പൊ സമീപത്തിരിക്കുന്ന ആ ശിവപാർഷദന്മാര് പറയുകയാണ് നാരദനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അല്ലയോ മഹർഷേ, അങ്ങയുടെ മുഖമൊന്ന് നോക്കൂ. അവർ കൂട്ടിക്കൊണ്ടുപോയി ഒരു ജലാശയത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു. ഒന്ന് നോക്കിക്കോളൂ, അങ്ങയുടെ മുഖം എത്ര വികൃതമാണ്, എത്ര വികലമാണെന്ന് നോക്കൂ. പിന്നെ എങ്ങനെയാണ് ആ രാജകുമാരി അങ്ങയെ സ്വീകരിക്കുക? ഇതങ്ങോട്ട് കണ്ടതും നാരദന് വല്ലാത്ത സങ്കടവും ദേഷ്യവും വന്നു. തന്റെ സമീപത്ത് നിന്ന് ഈ ശിവപാർഷദന്മാരെ വെറുതെ ശപിച്ചു. അവരൊരു ദ്രോഹം ചെയ്തിട്ടില്ല, പക്ഷെ അവരെ ശപിച്ചു. ഭവേദാം രാക്ഷസോ വിപ്രവീര്യജോ ഗൗതദാകൃതി. എൻ്റെ അടുത്ത് വേഷപ്രച്ഛന്നരായിട്ട് വന്ന നിങ്ങൾ വിപ്രകുലത്തിൽ വന്ന് ജനിക്കും, എന്നാൽ രാക്ഷസന്മാരായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ഒരു ശാപം കൊടുത്തു. തീർന്നില്ല, ദേഷ്യം തീർന്നില്ല. തന്നെ ചതിച്ചത് ആരാണ്? ശരിക്കും മഹാവിഷ്ണുവാണ്. തിരിച്ച് അങ്ങോട്ട് പോയി എന്നാണ് അത് ചോദിക്കണ്ടേ. തിരിച്ച് വിഷ്ണു ലോകത്തിൽ ചെന്നിട്ടാണ് നാരദ മഹർഷി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ ദേഷ്യം മുഴുവൻ ഭഗവാന്റെ മുൻപിൽ തീർക്കുകയാണ്. ഭഗവാൻ അതൊക്കെ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കേണ്ടതേ ഉള്ളൂ. കാരണം നാരദൻ ഈ പറയണതൊക്കെ മായയിൽ മോഹിതനായിട്ടാണ്, അത് അറിയാം ഭഗവാന്. ഹേ ഹരേ ത്വം മഹാദുഷ്ട കവടി വിശ്വമോഹന, അങ്ങ് ലോകത്തെ മുഴുവൻ അങ്ങയുടെ മായ കൊണ്ട് മോഹിപ്പിക്കുന്ന ആളാണ്. എന്നോടും ആ ചതി ചെയ്തു, എന്നോടും ആ കാപട്യമാണ് അങ്ങ് പ്രവർത്തിച്ചത്. ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം അങ്ങയുടെ ഈ വഞ്ചന പ്രകടമായിട്ടുണ്ട് എന്നാണ്. മോഹിനി രൂപം സ്വീകരിച്ച് ആ അസുരന്മാരെ മോഹിപ്പിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന അമൃതിനെ ദേവന്മാർക്ക് മുഴുവൻ കൊടുത്തു. പാവം അസുരന്മാര് ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ടു. ഇനി അമൃത് മുഴുവനും ധന്വന്തരിയായിട്ട് അങ്ങ് കൊണ്ടുവന്നിട്ട് അത് ദേവന്മാർക്ക് കൊടുത്തു. പക്ഷേ ആ വിഷം ഉണ്ടായ സമയത്ത്, പലാഴി മഥനം ചെയ്യുമ്പോൾ വിഷം ഉണ്ടായ സമയത്ത് അങ്ങ് എവിടെയായിരുന്നു? പാവം അത് സ്വീകരിക്കാൻ മഹാദേവൻ അത് ഓടി വന്ന് ലോകത്തിന് ഉപദ്രവം ആവരുതല്ലോ എന്ന് കരുതി ആ കാളകൂട വിഷത്തിനെ സ്വീകരിച്ച് പാലം ചെയ്തത് മഹാദേവൻ. പക്ഷെ പാലാഴി മഥനം ചെയ്തതും അമൃത് കൊടുത്തതും ഒക്കെ വിഷ്ണുവാണ് എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുക. പണിയെടുക്കാൻ വേറൊരാള്, പേരെടുക്കാൻ അങ്ങ്. ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ശകാര വാക്കുകൾ. ദേഷ്യം തീരാഞ്ഞിട്ടാണ് നാരദൻ വിഷ്ണുവിനെ തന്നെ ശപിച്ചു എന്നാണ്. ത്വദ്രൂപേണ മനുഷ്യത്വം ഭവ തദ്ദുഃഖമുഗ്ധരേ യന്മുഖം കൃതവാൻമേത്വം തേ ഭവന്തു സഹായിന ത്വം സ്ത്രീവിയോഗജം ദുഃഖം ലഭസ്വ പരദുഃഖത. അങ്ങക്ക് മനുഷ്യ ജന്മം എടുക്കേണ്ടി വരട്ടെ. ആ മനുഷ്യ അവതാരത്തിൽ അങ്ങക്ക് പത്നിയെ നഷ്ടപ്പെടുന്ന ദുഃഖം, ഭാര്യയെ നഷ്ടപ്പെടുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരട്ടെ. അന്ന് സഹായത്തിന് വേറെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് തന്ന ഈ വാനര മുഖമുണ്ടല്ലോ, അതേപോലെ കുറെ വാനരന്മാരായിരിക്കും, കുറെ കുരങ്ങന്മാരായിരിക്കും അന്ന് സഹായത്തിനുണ്ടാവുക. അന്ന് നാരദൻ കൊടുത്ത ശാപം കൂടി ഒരു കാരണമാണ് എന്ത്? ശ്രീരാമാവതാരം എടുക്കാൻ. മഹാവിഷ്ണുവിന് ആ ദശരഥപുത്രനായിട്ട് രാമാവതാരം സ്വീകരിക്കേണ്ടി വന്നു. സീതാദേവിയെ നഷ്ടപ്പെട്ട സീതാവിരഹം അനുഭവിക്കേണ്ടി വന്നു. സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമന് സഹായമായിട്ട് വർഷിച്ച വാനരന്മാരാണ്. അതൊക്കെ പ്രസിദ്ധമായ കഥയാണ് രാമായണത്തിൽ. ഇവിടെ നാരദ ശാപം അതിനൊരു കാരണമാണ് എന്ന് പറഞ്ഞു. നാരദൻ ഇങ്ങനെ ശപിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? ഈ മായയിൽ മോചിതനായിട്ടാണ്. അങ്ങനെ മായയുടെ പ്രഭാവം എന്താണ്, ശാംഭവി മായയുടെ പ്രഭാവം എന്താണ് എന്ന് കഥാരൂപത്തിൽ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പിന്നീട് ഭഗവാൻ തന്നെ അതിൻ്റെ മഹത്വത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അല്ലയോ നാരദ മഹർഷി, എന്താണ് മായയുടെ ആ പ്രഭാവം, ശാംഭവി മായയുടെ പ്രഭാവം എന്താണെന്ന് ഇപ്പോൾ അങ്ങേക്ക് അനുഭവമായില്ലേ? പുനേന ഗുരു ശോകം ത്വം തയാ കിഞ്ചിൽ കൃതം നഹി സ്വേച്ഛയാ കൃതവാൻ ശംഭുരിതം സർവം ന സംശയ. അങ്ങ് വിഷമിക്കേണ്ട. ആ ഭഗവാൻ തന്നെ, മഹാദേവൻ തന്നെ ആ ശംഭുവിന്റെ മായയാണ്, ശാംഭവി മായയാണ് ഇവിടെ പ്രവർത്തിച്ചത്. അവിടുന്ന് മൃത്യുഞ്ജയ കാലകാലോ ഭക്തോദ്ധാരപരായണ നമേ ശിവസമാനോസ്തി പ്രിയ സ്വാമി സുഖപ്രദ സർവശക്തിപ്രദോ മേസ്തി സൈവ പരമേശ്വര കായേന മനസാ വാച യ ശങ്കരമുപൈ വിഭോ സ പണ്ഡിത ഇതി ജ്ഞേയ സജീവൻ മുക്ത ഉച്യതേ.
ശിവേരി നാമദാവാഗ്നിർ മഹാപാതകപർവത ഭസ്മീഭവന്യനായാസാത് സത്യം സത്യം ന സംശയ. ആരാണോ ആ ഭഗവാനെ ഉപാസിക്കുന്നത്, ആരാണോ പഞ്ചാക്ഷര ജപം ചെയ്തുകൊണ്ട് നമശിവായ എന്ന ആ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ശിവഭജനം ചെയ്യുന്നത് ആരാണോ, അവർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലമാക്കുന്നു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ അവിടെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരാണോ ശിവഭജനം ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ ആണ് ശരിക്കും ജ്ഞാനി എന്ന് പറയാൻ കഴിയുക. അവരാണ് ജീവൻ മുക്തന്മാരായിട്ട് അറിയപ്പെടുക എന്നാണ്. എല്ലാ തരത്തിലുള്ള പാപത്തെയും നശിപ്പിക്കുവാൻ, പാപത്തെ നശിപ്പിക്കുവാൻ പഞ്ചാക്ഷര ജപം ഒന്ന് മാത്രം മതി എന്നാണ്. പാപങ്ങളെ ഭസ്മമാക്കാൻ ആ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് കഴിയും. ശിവാർച്ചനൈക നശ്യാനി നാന്യനശ്യാനി സർവഥ പാപമൂലാനി ദുഃഖാനി വിവിധാന്യപിതാന്യത. നമുക്ക് പൂർവജന്മകൃതമായിട്ടുള്ള പാപം രോഗരൂപത്തിൽ മറ്റ് ദുഃഖങ്ങളായിട്ടൊക്കെ വരും. ചിലപ്പോൾ വലിയ രോഗങ്ങൾ ബാധിക്കും, ചിലപ്പോൾ മറ്റു തരത്തിലുള്ള അപകടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ അധികം അടുത്ത ബന്ധുക്കളുടെ വിയോഗം, അകാലത്തിൽ നമ്മളെ അവരൊക്കെ വിട്ടുപോവുക, അകാല മരണം നമ്മളെ ദുഃഖിപ്പിക്കും, അല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖമായിരിക്കാം നമ്മളെ അല്ലാതെ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങൾക്കും, പൂർവജന്മകൃതമായ പാപം കൊണ്ടുണ്ടാവുന്ന എല്ലാ ദുഃഖങ്ങൾക്കും അതിനെ നശിപ്പിക്കാൻ പോന്ന, ഭസ്മമാക്കാൻ പോന്ന ഒന്നാണ് പഞ്ചാക്ഷരം. ആരാണോ ശിവഭജനം ചെയ്യുന്നത്, ആരാണോ ശിവപൂജയെ ചെയ്യുന്നത്, ആരാണോ ഭഗവാനെ എല്ലാ രീതിയിലും ആശ്രയിക്കുന്നത്, അവരുടെ പാപങ്ങളൊക്കെ ഭസ്മമായി തീരും. ശിവനാമധരിം പ്രാപ്യ സംസാരാദ്ധിന്തരന്തിതേ സംസാരമൂലപാപാവരിത്താത്മസ്യ നശ്യന്ത്യ സംശയം. ശിവനാമകുഠാരേണ വിനാശോ ജായതേ ധ്രുവം പാപദാവാഗ്നി തപ്താനാം ശാന്തിസ്തേന വിനാ നഹി. സംസാരതവമധ്യേപി ന ശോചന്തി ന സംശയ ന ഭക്തി ശങ്കരേ പുംസാം രാഗദ്വേഷരതാത്മനാം. സംസാര സാഗരത്തെ തരണം ചെയ്യാൻ ഇത്രയും ലളിതമായൊരു ഉപായം വേറെയില്ല. ഈ ശിവനാമം അതിന് ഏറ്റവും സഹായകമായിട്ട് തീരുന്ന ഒന്നാണ്. എന്നിങ്ങനെ ഉപദേശിച്ചുകൊണ്ട് ശാംഭവി മായയുടെ പ്രഭാവം എന്താണെന്നും ശിവനാമജപത്തിന്റെ മഹത്വം എന്താണ് എന്നും ഇവിടെ നാരദ മഹർഷിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കഥ ഇവിടെ സമർപ്പിക്കുന്നത്. നമഃ പാർവതീപതയേ ഹര ഹര മഹ